തിരുവനന്തപുരം റീജിയണൽ കണ്ണാശുപത്രിയിൽ ഗുരുതര ചികിത്സാ നിഷേധം. 1.5 വർഷം ശസ്ത്രക്രിയ വൈകിപ്പിച്ച് യുവതിയുടെ കാഴ്ചശക്തി തകരാറിലാക്കിയെന്ന് പരാതി. തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശി സുനിതയോടാണ് സർക്കാർ ആശുപത്രിയുടെ ക്രൂരത. ചികിത്സ നൽകാത്തത് റെറ്റിന ശസ്ത്രക്രിയാ ഉപകരണം പ്രവർത്തനരഹിതമായതുകൊണ്ടെന്ന് ആശുപത്രി അധികൃതർ വിശദീകരണം നൽകുന്നു. ജനം ബ്രേക്കിംഗ്. കണ്ണിൻ്റെ ബ്ലഡ് ഇറങ്ങിയിട്ടായിരുന്നു പ്രശ്നം. 3 ലൈസറിൻ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടേഴ്സ് എഴുതി തന്ന എല്ലാ ടെസ്റ്റും ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് അനസ്തേഷ്യയും കാണിച്ച് അതിനുശേഷം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പം വിളിച്ച് വരാൻ പറഞ്ഞ ഡേറ്റ് തന്നതിൻ്റെ 2 ദിവസത്തിന് മുന്നേ വിളിച്ചു പറഞ്ഞു മെഷീൻ കംപ്ലൈൻ്റ് ആണ്, ഇനി ഒരു അറിയിപ്പുണ്ടായിട്ട് വന്നാൽ മതി. 2023 ഓഗസ്റ്റ് 10-ാം തീയതിയാണ് തലവേദനയ്ക്ക് ചികിത്സ തേടി തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശി സുനിത മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. കണ്ണിലെ പുറംപാളിയിൽ രക്തക്കട്ട രൂപപ്പെട്ടതിനെ തുടർന്ന് റീജിയണൽ കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്കായി മാറ്റുന്നു. 3 തവണ കണ്ണിന് ലേസർ ചികിത്സ ചെയ്തു. 2024 ഒക്ടോബർ 19-ാം തീയതി കണ്ണിലെ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ, ഹൃദയ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കി. ശേഷം ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുമ്പോഴാണ് ഓപ്പറേഷന്റെ പ്രധാന മെഷീൻ തകരാറിലാണെന്ന് ആശുപത്രി അധികൃതർ തന്നെ സുനിതയെ ഫോണിൽ വിളിച്ചറിയിക്കുന്നത്. ഇപ്പോൾ വീണ്ടും 6 മാസം വരെയായി. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, 3 മാസമായപ്പോൾ വിളിച്ചിട്ട് നമ്മോട് പറഞ്ഞു അത് മെഷീൻ കംപ്ലൈൻ്റ് ആണ്, ഉടനെ ശരിയായിട്ട് വിളിക്കാമെന്ന്. എന്നിട്ട് ഇപ്പോൾ വീണ്ടും 4 മാസമായി. അപ്പം നമ്മൾ ഇന്ന് ഈ ആശുപത്രിയിൽ വന്ന് നേരിട്ട് ഡോക്ടറെ അടുത്ത് ചോദിച്ചു, എന്താണ് ഡോക്ടറെ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തത്, ഓപ്പറേഷൻ ചെയ്യില്ലെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയണം അതിപ്പോൾ മെഷീൻ കംപ്ലൈൻ്റ് ആയത് നമ്മളെന്ത് ചെയ്യാനാണ്, മെഷീൻ നന്നായാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആരുടെ അനാസ്ഥയാണ് ഇതെന്ന് നമുക്കറിയില്ല. ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണോ അതോ ഇനി ഇവിടുത്തെ ഡോക്ടേഴ്സും കൂടെയുള്ള പ്രവർത്തകരും അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാത്തതാണോ, അത് നമുക്ക് കൃത്യമായിട്ട് അറിയണ്ടേ. 3 തവണ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ നിന്നും വിളിച്ചറിയിച്ചെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലെ മെഷീൻ തകരാറ് കാരണം BP പരിശോധിച്ച് കണ്ണിൽ മരുന്നൊഴിച്ചും തിരികെ പറഞ്ഞയക്കുന്നതാണ് പതിവ് രീതി. 8 മണിക്ക് വരണമെന്ന് പറഞ്ഞ് പറഞ്ഞ ദിവസം അതിൻ്റെ തലേ ദിവസം വിളിച്ച് പറഞ്ഞ് മെഷീൻ കംപ്ലൈൻ്റ് ആണ്, ഇപ്പോൾ ഓപ്പറേഷൻ നടക്കൂല, മെഷീൻ ശരിയായതിന് ശേഷം വിളിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3-3.5 മാസമായി, ഇതുവരെ അവർ വിളിച്ചില്ല. അപ്പോൾ അതിനുശേഷം എൻ്റെ കണ്ണിൽ വീണ്ടും ബ്ലഡ് ഇറങ്ങി, അങ്ങനെയാണ് വീണ്ടും ഞാൻ വന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ആശുപത്രിയിലെ ഓപ്പറേഷൻ മെഷീനുകളുടെ തകരാറ് പരിഹരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ജില്ലയിലെ പ്രധാന ആശുപത്രിയിൽ അധികൃതർ സാധാരണക്കാരായ ജനങ്ങളോട് കാണിക്കുന്ന കനത്ത അനാസ്ഥയാണിത്. പ്രധാന ശസ്ത്രക്രിയകൾക്കായി തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്നത് തമിഴ്നാടിനെയാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള മടക്കം ഇങ്ങനെയാണ്. പ്രതീക്ഷകളും മങ്ങി, കാഴ്ചകളും മങ്ങി. തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി ആശുപത്രിയുടെ അവസ്ഥയാണിത്. 5-ാം നിലയിലോട്ട് ചെന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരൊറ്റ കുഞ്ഞുങ്ങളില്ല. ഇനിയെങ്കിലും സർക്കാരും ആരോഗ്യ വിഭാഗവും ഈ കണ്ണില്ലാത്ത ക്രൂരത അവസാനിപ്പിക്കണം. ക്യാമറമാൻ നിതിൻ എബിക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം. വിവരങ്ങളുമായി ടിൻഡു ദാസ് തന്നെ ഒപ്പം ചേരുന്നുണ്ട്. ടിൻഡു, ഇതൊരു വല്ലാത്ത ക്രൂരതയുടെ കഥയാണ്. 1.5 വർഷമായി കണ്ണിൻ്റെ കാഴ്ച കുറയുന്ന ഒരാൾ ഇങ്ങനെ കയറിയിറങ്ങുകയാണ്. ഞങ്ങൾക്ക് സർജറി ആവശ്യമാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, എന്തുകൊണ്ടത് ചെയ്തു തരുന്നില്ല എന്ന്. അപ്പോഴെല്ലാം ഉത്തരം ഉപകരണം കേടാണെന്ന്. ഈ പറയുന്നവരുടെ തലയ്ക്കാണോ കേട്? കൃഷ്ണരാജ്, തീർച്ചയായിട്ടും കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ നെടുമങ്ങാട് ചുള്ളിമാനൂർ സ്വദേശിയായിട്ടുള്ള സുനിത ഇത്തരത്തിലൊരു ദുരിത ജീവിതം അനുഭവിക്കുകയാണ്. ഈ 1.5 വർഷമായിട്ട് അവരുടെ ഇടത് കണ്ണിലെ കാഴ്ച ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തലവേദന കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2023 10-ാം മാസം 19-ാം തീയതി ഈ സുനിത പോകുന്നു. അവിടെ നിന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഇടത് കണ്ണിൻ്റെ ഈ റെറ്റിനയുടെ ഭാഗത്ത് അല്ലെങ്കിൽ കൊറോണയുടെ ഭാഗത്തായിട്ട് ഈ വെട്രസ്
ഫൈബ്രസ് രൂപപ്പെടുന്നു, അതായത് ചെറിയ രക്തക്കട്ടകൾ രൂപപ്പെടുന്നു. അപ്പോൾ അത് കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നു എന്ന രീതിയിൽ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരം റീജിയണൽ കണ്ണാശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നത്. കണ്ണാശുപത്രിയിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ അടിയന്തരമായിട്ട് ഈ രക്തക്കട്ടകൾ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഇവരോട് പറയുന്നു. അതിനു വേണ്ടിയിട്ട് 3 ഘട്ടങ്ങളിലായിട്ട് ലേസർ ചികിത്സയും അതോടൊപ്പം തന്നെ മരുന്നൊഴിച്ചുള്ള ചികിത്സകളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിയന്തരമായിട്ട് 3 മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കണമെന്നായിരുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തണമെന്നായിരുന്നു ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പരിശോധനകൾക്കായി അല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയകൾക്കായിട്ടുള്ള പരിശോധനകൾ, അനസ്തേഷ്യ പരിശോധന, അതോടൊപ്പം തന്നെ ഹൃദയ പരിശോധന, രക്തപരിശോധനയൊക്കെ എല്ലാം പൂർണ്ണമാക്കിയതിനു ശേഷം ഒരു ദിവസം ഡേറ്റ് അറിയിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഡേറ്റ് അറിയിക്കാനായിട്ട് പറഞ്ഞിട്ട് ഇവരെ തിരികെ വീട്ടിലേക്ക് വിടുന്നു. 3 മാസങ്ങൾ കഴിയുമ്പോൾ ഒരു ദിവസം കോള് വരുന്നു, ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്ക് സമയമായിട്ടുണ്ടെന്ന രീതിയിൽ. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു പറയുന്നു ശസ്ത്രക്രിയയ്ക്ക് സമയമായിട്ടില്ല, കാരണം റെറ്റിന മാറ്റി അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കേടായിട്ട് മാസങ്ങളായി. അത് നന്നാക്കിയാൽ മാത്രമേ നിലവിൽ പരിശോധനകൾ നടത്താൻ സാധിക്കൂ, അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നൊരു വിവരം ഈ വീട്ടുകാരോട് പങ്കുവെക്കുന്നു. തുടർന്ന് പല ഘട്ടങ്ങളിലും ഇവർ ആശുപത്രിയിലേക്ക് വരുന്നു, കണ്ണിൽ ലേസർ ചികിത്സ ചെയ്യുന്നു, മരുന്നൊഴിച്ചുകൊണ്ടുള്ള പതിവ് ചികിത്സാ രീതികൾ, BP നോക്കുന്നു, വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അവസാനമായിട്ടാണ് ഈ 1.5 വർഷങ്ങൾക്ക് ശേഷം ഇവർ ഗതികെട്ട് ഇന്നലെ ആശുപത്രിയിൽ വരുമ്പോൾ ഡോക്ടറോട് അങ്ങോട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കാത്തത്. അപ്പോഴോട് പറയുന്നത് ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തകരാറിലായിരിക്കുകയാണ്, അത് കാരണമാണ് ഈ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കാത്തത്. ഈ ഇത്തരത്തിലുള്ള മെഷീനുകൾ തകരാറായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാങ്കേതികമായിട്ട് ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, ഞങ്ങൾക്ക് ചികിത്സ തരാനുള്ള നിർദ്ദേശം നൽകാൻ മാത്രമേ പറ്റൂ, മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്ന ദയനീയമായ അവസ്ഥ, ഒരു സർക്കാർ ആശുപത്രിയുടെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി അല്ലെങ്കിൽ റീജിയണൽ കണ്ണാശുപത്രിയിൽ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. ഞാനിതിൻ്റെ ഉറപ്പ് വരുത്താനായിട്ട് ആശുപത്രിയുടെ 5ാം നിലയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയിരുന്നു. 4ാം നില നമുക്ക് ആ മൊബൈൽ ദൃശ്യങ്ങളാണ് ഞാൻ അതിൽ ആദ്യ ഭാഗങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. 4ാം നിലയിൽ മൈക്രോബയോളജി ലാബാണ്. ആ ലബോറട്ടറിയുടെ ഭാഗത്ത് ഒരു കുഞ്ഞുങ്ങളോ ആ ലബോറട്ടറി തുറന്നിട്ടോ ഇല്ല, കാരണം അവിടെ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളില്ല. പിന്നീട് വരുന്നത് 5ാം നിലയിലാണ്. 5ാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് വളരെ ചുരുക്കം ആളുകൾ മാത്രം, അത്യാവശ്യമായിട്ട് മറ്റ് ചെറിയ ഓപ്പറേഷനിൽ വരുന്ന ആളുകൾ മാത്രമാണ്. ഈ വലിയ ഓപ്പറേഷനുകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ രക്തക്കട്ടകൾ നീക്കം ചെയ്തതുൾപ്പെടെയുള്ള ഓപ്പറേഷനുകൾ നടത്താനായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഇതിലൊക്കെ മറുപടി പറയാൻ ആരും ഉത്തരവാദികളുമല്ല. അവിടുത്തെ സൂപ്രണ്ട് വരുന്നുണ്ട്, ഇവരെ പരിശോധിക്കുന്നുണ്ട്, അടിയന്തരമായിട്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കണമെന്ന് പറയുമ്പോൾ ഏത് ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകി മടങ്ങി പോകുന്നതെന്നാണ് ഇവർ നമ്മൾ ഉന്നയിക്കുന്ന ആരോപണം. ഈ വിഷയങ്ങൾ പലതവണ ചൂണ്ടിക്കാട്ടിയെങ്കിലും ആ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നോ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം കഴിയുകയാണെങ്കിൽ, തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി ആശുപത്രി കഴിയുകയാണെങ്കിൽ പിന്നീട് വരുന്നത് തമിഴ്നാട് മധുരയൊക്കെയാണ്. ഈ മധുര പോലുള്ള സ്ഥലങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. പിന്നീടുള്ളത് പ്രൈവറ്റ് ആശുപത്രിയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ എത്രത്തോളം അഫോർഡബിൾ ആണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും ചെറിയ ചിലവിൽ അവരുടെ ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട അവരുടെ ചികിത്സകൾ ലഭിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാന വിഭാഗം ഈ പൊതു അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ ചികിത്സ തേടിയത്. പക്ഷെ അവിടെ കാണിക്കുന്നതോ തികഞ്ഞ ചികിത്സാ നിഷേധമാണ്. ഒരുപക്ഷെ 1.5 വർഷത്തിലധികമായി ഈ സുനിതയുടെ ഇടത് കണ്ണിൻ്റെ ചികിത്സ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളത് ഇടത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിട്ടുണ്ട്. വലത് കണ്ണിൻ്റെ കാഴ്ചയും സമാനമായിട്ട് കുറഞ്ഞു പോകുന്നു എന്ന് തന്നെയാണ് അവർ നമ്മളോട് പങ്കുവച്ചുള്ളത്. അപ്പോൾ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് തിരുവനന്തപുരം റീജിയണൽ കണ്ണാശുപത്രിയിൽ നടന്നിട്ടുള്ളത്. 1.5 വർഷമായിട്ട് ആശുപത്രി പടിക്കൽ കയറി ഇറങ്ങുന്നു. അത് കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ കാര്യത്തിലാണ് ഒരുപക്ഷെ ആശുപത്രി അധികൃതർ ഇത്തരത്തിലുള്ള അനാസ്ഥ സംഭവിച്ചിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. രാവിലെ 8 മണിക്കൊക്കെ ചികിത്സ തേടി വരികയാണെങ്കിൽ വൈകുന്നേരം 6 മണി 7 മണിയാവും ഇവർ ആശുപത്രിയിൽ നിന്ന് പോകുമ്പോൾ. അപ്പോൾ ഷുഗർ
ഷുഗർ പോലുള്ള പ്രമേഹം പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരുടെ അവിടെ ഭക്ഷണക്രമങ്ങളൊക്കെ ഉള്ള സമയമാണ്. പക്ഷെ അപ്പോൾ പോലും ഇത്തരത്തിൽ ക്യൂ നിന്ന് കാത്തുനിന്ന് ഡോക്ടറെ കാണുന്ന സമയത്ത് അറിയാൻ സാധിക്കുന്നത് ഈ മെഷീൻ അല്ലെങ്കിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കംപ്ലൈൻ്റ് ആണ് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധയില്ലാത്ത ഒരു അല്ലെങ്കിൽ അശ്രദ്ധാപൂർവം അല്ലെങ്കിൽ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ക്രൂരതയാണ് ഒരുപക്ഷെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് കാണിക്കുന്നതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. ഇതൊന്നോർക്കണം, കണ്ണാശുപത്രിയാണ്, കാഴ്ചയാണ്. അത് കണ്ണുള്ളവർ അതൊന്നും കാണുന്നില്ല എന്നോർക്കുമ്പോൾ നിരാശയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. 1.5 വർഷമായി ഒരാളിങ്ങനെ കയറി ഇറങ്ങുകയാണ് കണ്ണിൻ്റെ ശസ്ത്രക്രിയയ്ക്കായി. അത് സാധ്യമാകുന്നില്ല. അതിന് നൽകുന്ന വിശദീകരണമാണ് ഞങ്ങൾ എന്ത് ചെയ്യാൻ, ഉപകരണം കേടായിരിക്കുന്നുവെന്ന്. ഇതൊക്കെ പറഞ്ഞ് നന്നാക്കി ഈ സാധാരണക്കാരായ രോഗികളെ പരിഗണിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, ആശുപത്രി അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾ നമ്പർ 1 ആണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിലാണ് പ്രശ്നം. സർ, വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.